ഓക്കെ, ഫസ്റ്റ് പാഠം നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അല്ലെ? വർക്കുകൾ കംപ്ലീറ്റ് ആയല്ലോ, ക്വസ്റ്റ്യൻ ആൻസറും മിസ് അയച്ചു തന്നു. ഓക്കെ, എല്ലാവരും ഫിനിഷ് ആക്കിയോ? അത് ഫസ്റ്റ് പാഠം കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും, അതായത് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയോ നോട്ടിലേക്ക്? എല്ലാവരും ഒന്ന് തമ്പ് കാണിച്ചേ എഴുതിയെങ്കില്. ഓക്കെ, നോട്ട് ഒന്ന് കാണിച്ച് ഒന്ന് പൊക്കി കാണിച്ച് നോക്കട്ടെ. നോട്ട്ബുക്ക്, അതായത് മിസ് ക്വസ്റ്റ്യൻ ആൻസർ കുറെ പേര് മിസ്സിന് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട്, സ്റ്റാർ കൊടുത്തിട്ടുണ്ട് അല്ലെ, കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഏകദേശം 99% കുട്ടികളും മിസ്സിന് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ ആരെങ്കിലും ഒഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനാണ് ഇന്ന് നോട്ട്ബുക്ക് എഴുതിയവരൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ തരുന്ന നോട്ടുകള്, ജുവൽ മരിയ നോട്ട്ബുക്ക് എവിടെ പോലെ? ഋഷികേശ് ഒന്ന് കാണിച്ചു തന്നെ നോട്ട്ബുക്ക്. ഹിബ ഫാത്തിമ നോട്ട്ബുക്ക് എഴുതിയതൊന്ന് കാണിച്ചു തന്നെ ക്വസ്റ്റ്യൻ ആൻസർ. മുഹമ്മദ് ടി, ബിന്യ ബിനോയ്, ഇവരൊക്കെ എഴുതിയിട്ടുണ്ട്. അനക എഴുതിയില്ലേ മോളെ? സിനാൻ, ക്രിസ്റ്റി ലിബിൻ, എവിടെയാ ക്രിസ്റ്റി ലിബിൻ? കാണുന്നില്ലല്ലോ. എഴുതിയില്ലേ എല്ലാവരും? കുര്യൻ ജോസഫ്. ഓക്കെ, അപ്പോ ഹന്ന, ജുവൽ മരിയ എഴുതിയോ? നോട്ട്ബുക്കിൽ എഴുതിയില്ലേ? ജുവലെ കേൾക്കുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ ജുവലെ? ക്രിസ്റ്റി ലിബിൻ. അപ്പൊ എല്ലാവരും എഴുതിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പോ എല്ലാ മക്കളും അന്നന്ന് തന്നെ അത് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങള് പിന്നീട് നോക്കുമ്പോൾ വാട്സപ്പിൽ ഇത് കാണില്ല, കാരണം ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വരുന്നതുകൊണ്ട്. അപ്പൊ എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു പാഠം എല്ലാവരും ഫിനിഷ് അല്ലേ? എത്ര പേർക്ക് മനസ്സിലാവാതെ ഉണ്ട് ആ ഒരു ആദ്യം നമ്മൾ പഠിച്ച പോയം? ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട്? ഏതെങ്കിലും എഴുതാതെയോ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാതെയോ? ഇല്ല. ഓക്കെ, എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, എല്ലാവരും ഓക്കെയാണ്, ആരും എഴുതാതെ അല്ലെ? എല്ലാവർക്കും അത് വായിക്കാൻ അറിയോ ആ പാഠഭാഗം? യെസ് അല്ലേ? അപ്പൊ അതിലേക്ക് വരുമ്പോഴാണ് ചിഹ്നങ്ങളുടെ കാര്യം മിസ് പറയുന്നത്. അപ്പോ നമ്മൾ ഏത് ഒരു അക്ഷരം, എന്താണ് ചിഹ്നങ്ങൾ? ഏതൊരു വ്യഞ്ജനത്തിന്റെ കൂടെയും സ്വരങ്ങൾ ചേരുമ്പോൾ, അപ്പൊ ആയാണ് ചേരുന്നതെങ്കിൽ കായെന്നു, കായുടെ കൂടെ ആയാണ് ചേരുന്നതെങ്കിൽ ക അല്ലെ? ആയാണെങ്കിൽ കാ, ഈ ആണെങ്കിലോ കി അല്ലെ? അങ്ങനെ പറയാൻ അറിയണം. ഈ ആണെങ്കിൽ എന്ത്? കായുടെ കൂടെ ഈ ആണെങ്കിലോ കി അല്ലെ? കായുടെ കൂടെ ഈ എന്ന സ്വരാണെങ്കിലോ ചേരുന്നെങ്കിലോ? ഈ എന്ന സ്വരാണ് ചേരുന്നെങ്കിൽ എന്ത് ചെയ്യും? എന്താ വരുക? എന്താ അനുഷി വരുക? ആ, കീ. കായുടെ കൂടെ ഊ ആണെങ്കിലോ എങ്ങനെ വരും അനുഷി? അറിയില്ല? അമന്ന, കായുടെ കൂടെ ഊ എന്ന സ്വരമാണ് ചേരുന്നെങ്കിൽ എങ്ങനെ ഉച്ചാരണം വരും? ഊ. ഊ ആണെങ്കിൽ കൂ അല്ലെ? ഇറ് ആണെങ്കിലോ? ഇറ് കിറ്. എ ആണെങ്കിൽ കെ. എ ആണെങ്കിൽ കേ അല്ലേ? അല്ലേ മോളെ? ഓക്കെ. ഐ ആണെങ്കിൽ എന്താ നാഫി? ആ, കൈ. ഓക്കെ, ഐ ആണെങ്കിൽ കൈ അല്ലേ? ഐ. ഓ ആണെങ്കിലോ എന്താ നാഫി ഉച്ചാരണം വരുക? ഓ ആണെങ്കിൽ കായുടെ കൂടെ ഓ എന്ന സ്വരമാണ് ചേരുന്നെങ്കിൽ ഏത് ഉച്ചാരണത്തിനാണ്? എങ്ങനെയാണ് വരിക? നിങ്ങൾ എല്ലാ മക്കളും ശ്രദ്ധിക്കാൻ വേണ്ടിയാ മിസ് ഇത് പറയുന്നത് കേട്ടോ. എങ്ങനെ വരും? കായുടെ കൂടെ ഓ എന്ന സ്വരമാണ് ചേരുന്നെങ്കിൽ എന്താ നാഫി വരുക? നാഫി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്താ ഫ്ലൂ വരുക മോനെ? ഓക്കെ, ശരി, കോ അല്ലേ? ഔ എന്ന ചിഹ്നാണ് വരുന്നെങ്കിലോ? ഔ എന്ന സ്വരമാണ് ചേരുന്നെങ്കിലോ? കൗ. കായാണെങ്കിൽ പൗവും, തായാണെങ്കിൽ ടൗവും. അപ്പൊ ഏത് സ്വരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അക്ഷരത്തിന്റെ, അതായത് വ്യഞ്ജനത്തിന്റെ കൂടെ ചേരുന്നതെങ്കിൽ ആ ഒരു ഉച്ചാരണത്തിനാണ് നമ്മൾ വായിക്കുക. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ അപ്പോഴേ ഓടിയെത്തുന്നത് ഇവിടെ ഔ എന്ന ചിഹ്നമാണ്. അപ്പൊ കൗ. പായാണെങ്കിൽ പൗ അല്ലെ. അപ്പൊ പയ്യാണെങ്കിൽ ഇപ്പൊ പൈതൃകം. പൈതൃകം എന്നാണ് ഉദാഹരണത്തിന്. ഇപ്പൊ പൈതൃകം എന്നാണ് നമുക്ക് വായിക്കണമെങ്കിൽ പാക്ക് മുമ്പിൽ ഏത് സ്വരമായിരിക്കും ചേർന്നിട്ടുണ്ടാവുക? ഏത് സ്വരമായിരിക്കും ചേർന്നിട്ടുണ്ടാവുക ജുവലെ? പൈതൃകം. ഏത് സ്വരമാണ് പാക്ക് മുമ്പിൽ ചേരുക? ഐ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താണ് നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇവിടെ പൈ അല്ലെ, പൈ എന്ന് ഉച്ചാരണം വരുന്ന ഐ എന്ന സ്വരം അവിടെ ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മിസ് ഒരു ഡിക്റ്റേഷൻ എടുത്ത് അല്ലെങ്കിൽ എഴുതാൻ പറയുന്നു. അപ്പോ നിങ്ങൾ പൈതൃകം എന്നാണ് മിസ് പറയുന്നതെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം എന്ത്? ഐ എന്ന അവിടെ ഐ എന്ന സ്വരമാണ് ചേർന്നിട്ടുള്ളത്. അപ്പൊ പാക്ക് മുമ്പില് ഐ ചിഹ്നം, അതായത് എങ്ങനെയാ ഐ ചിഹ്നം? എങ്ങനെയാ ഐ ചിഹ്നം? ഒരു എ ചിഹ്നം. എ ചിഹ്നം പോലത്തെ രണ്ടെണ്ണം അവിടെ യൂസ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലുണ്ടാവും അല്ലെ? മനസ്സിലായോ? അപ്പൊ ഇപ്പൊ കിന്നാരം, ഉദാഹരണത്തിന് ഇപ്പൊ കിന്നാരം എന്നാണ് മിസ് എഴുതാൻ പറഞ്ഞത് അല്ലെ? അപ്പൊ എങ്ങനെ എഴുതും നിങ്ങള്? കാക്ക് മുമ്പിൽ, കാക്ക് ശേഷം ഏത് ചിഹ്നമാണ് യൂസ് ചെയ്യുന്നത്? ഈ ചിഹ്നം. ഓക്കെ, അങ്ങനെ ക്ലിയർ ആയാൽ നിങ്ങൾക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പൊ കിന്നാരെന്ന് പറയുന്ന സമയത്ത് കാക്ക് ശേഷം ഈ എന്ന ചിഹ്നം നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ആയി. ഇന്ന, ഇന്ന എന്ന കൂട്ടക്ഷരം എഴുതി. ഇന്ന അല്ലെ, ഇന്ന എന്ന കൂട്ടക്ഷരം എഴുതി. അപ്പൊ കിന്നാരം എന്നാണ് അല്ലെ. അന്നേരം എന്ന ചിഹ്നം അവിടെ ഏത് യൂസ് ചെയ്യണം? ഇന്ന. രാ കഴിഞ്ഞിട്ടോ ഏത്? അനുസ്വാരം. അമ്മ എന്ന ചിഹ്നവും അവിടെ യൂസ് ചെയ്യണം. അപ്പൊ കിന്നാരം. ഏത് വലിയ അക്ഷരം എഴുതുമ്പോൾ നിങ്ങൾ ചിഹ്നങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും തെറ്റും അല്ലെ? അപ്പൊ തെങ്ങ്, തെങ്ങ് എഴുതുന്ന സമയത്ത് താക്ക് മുമ്പിൽ ഏത് ചിഹ്നമാണ് യൂസ് ചെയ്യേണ്ടത്? എ ചിഹ്നം. ഓക്കെ, എ എന്ന ചിഹ്നം നമ്മൾ താക്ക് മുമ്പിൽ യൂസ് ചെയ്യണം അല്ലെ? അപ്പൊ അങ്ങനെയാവുമ്പോ നമുക്ക് തെങ്ങ്. അപ്പൊ തെങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചിഹ്നത്തിന്റെ ആവശ്യം കൂടി ഇല്ല അല്ലെ? ഇവിടെ നിങ്ങൾ ചിലവര് എഴുതുമ്പോ എന്ത് ചെയ്യും? തേ എഴുതി ഒരാച്ചിനും കൂടെ അവിടെ യൂസ് ചെയ്ത് തെറ്റി തോ എന്നാണ് വായിക്കുക. അപ്പൊ എന്താ? ഈ ചിഹ്നത്തിന് വളരെ പ്രാധാന്യമുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും അല്ല, മലയാളത്തിലും ഹിന്ദിയിലും. ചിഹ്നം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് മാത്രമാണ് കൃത്യമായി അതിനെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? തെറ്റ് വായിക്കും അല്ലെ? അതുകൊണ്ട് ചിഹ്നങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പോ എന്ത് വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ ചിഹ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. അപ്പൊ എന്ത് ചെയ്യണം? ചിഹ്നങ്ങൾ തറവായി നിങ്ങൾ പഠിക്കണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കാ വെച്ച് നിങ്ങൾ ആദ്യം എഴുതി ചിഹ്നങ്ങൾ എഴുതി. കാക്ക് പ്ലസ് ആ കാ, ക് പ്ലസ് ആ കാ, ക് പ്ലസ് ഇ കി, ക് പ്ലസ് ഇ കി. പിന്നെയോ നെക്സ്റ്റ് ക് പ്ലസ് ഉ, അതാണ് കു. ക് പ്ലസ് ഉ കു, ക് പ്ലസ് ഇറ് കിറ്, ക് പ്ലസ് എ കെ, ക് പ്ലസ് എ കെ, ക് പ്ലസ് ഐ കൈ. പിന്നെയോ കോ കൗ അല്ലെ? അപ്പൊ ക് പ്ലസ് ഓ ആണ് കോ, ക് പ്ലസ് ഓ കോ, ക് പ്ലസ് ഔ കൗ, ക് പ്ലസ് ഔ അതായത് അനുസ്വാരം ഇട്ട് കഴിഞ്ഞാല് കൗ അല്ലെ? ഇങ്ങനെയാണ് ചിഹ്നങ്ങൾ നിങ്ങൾ എഴുതുന്നത്. അത് വെച്ച് നിങ്ങൾ കാ വെച്ച് എഴുതുന്നത് പോലെ കാ ച ട ത പ അല്ലെ? ഓർമ്മിക്കാൻ വേണ്ടി നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ ഓർമ്മിക്കാൻ ഏറ്റവും നല്ല സുഖമുള്ള എങ്ങനെയാ? കാ ച ട ത പ. അപ്പൊ നിങ്ങൾ തെറ്റൊന്നും ചെയ്യില്ല. കക്ക കക്കങ്ങ ചച്ച ചച്ചങ്ങ അങ്ങനെ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കാ വെച്ചിട്ട് എഴുതുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് സ്ലേറ്റിൽ എഴുതുക. കാ വെച്ച് ഈ ചിഹ്നങ്ങൾ എഴുതുക. ഇപ്പൊ മിസ് പറഞ്ഞതുപോലെ. അത് കഴിഞ്ഞിട്ട് ടാ വെച്ച് ചാ എഴുതുക, ടാ എഴുതുക, താ എഴുതുക, പാ എഴുതുക. പിന്നെ എന്ത് ചെയ്യണം? യാ ര ല വ ശ ഷ സ ഹ ള ല റ. ഇത്രയും അക്ഷരങ്ങൾ വെച്ച് നിങ്ങൾ ചിഹ്നങ്ങളൊന്ന് എഴുതി നോക്കി ഒറ്റയ്ക്ക് നോക്കൂ, ഒന്നും ചെയ്യാതെ എവിടെ. അപ്പൊ നിങ്ങൾക്ക് ചിഹ്നങ്ങൾ ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ചിഹ്നങ്ങൾ നല്ല പോലെ തറവായി പഠിക്കണം. എന്നാലേ നിങ്ങൾക്ക് വായിക്കാനായാലും എഴുതാനായാലും ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ നിങ്ങൾ ബൈഹാർട്ടൊന്നും പഠിക്കാതെ ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. മലയാളമാണ് എൻ്റെ ഭാഷ അങ്ങനെ അല്ലെ? മലനാടിൻ എങ്ങനെയാ? മല നാ
നാക്ക് മുമ്പില് ആ എന്ന ചിഹ്നം നാക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. അപ്പൊ നാണ്. താക്ക് ഈച്ചിനുണ്ട്. എന്നിട്ട് ഡി അല്ലെ, മലനാട്. ഇന്ന ഇന്ന വന്നിട്ടുണ്ട്. അപ്പൊ മലനാടിൻ അഭി, കാക്ക് വള്ളി. അപ്പൊ ഈച്ചിനാണ് ബി. അഭിമാന ഭാഷ. കണ്ടോ ചിഹ്നങ്ങൾ എങ്ങനെയാ വായിക്കുക? അന്നേരം ശ്രദ്ധിച്ച് വായിക്കാൻ പറ്റും, തെറ്റാതെ. അതുപോലെ അടുത്ത ലൈൻ കണ്ടോ, മനതാരിൽ. ആ ചിഹ്നമുണ്ട്. രാക്ക് വള്ളിയുണ്ട്. ഇല്ല എന്ന ചിഹ്നമുണ്ട്. മനതാരിൽ നിറയുന്ന ഭാഷ. നാക്ക് ഈ ചിഹ്നമുണ്ട്. ഇങ്ങനെ നോക്കി വായിക്കുന്നവരുണ്ടോ? എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതും വായിക്കാൻ അറിയാതെ ഉണ്ടാവില്ല. കാരണം നമ്മുടെ സ്വരാക്ഷരങ്ങൾ നമുക്കറിയാം, വ്യഞ്ജനാക്ഷരങ്ങൾ അറിയാം, ചിഹ്നങ്ങളും അറിയാം, ചില്ലക്ഷരങ്ങളും അറിയാം, അപ്പൊ കൂട്ടക്ഷരങ്ങളും അറിയാം. അപ്പൊ മലയാളത്തിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ വിഷമമില്ലല്ലോ. അതുപോലെ ഇനി വായിക്കും എല്ലാ മക്കളും. അപ്പൊ തെറ്റില്ല കേട്ടോ. അപ്പൊ എന്റെ ഭാഷ എന്ന പോയം എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞു. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും കുറച്ച് വർക്ക് അത് നമ്മള് ആ ക്ലാസ്സിൽ ആ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തല്ലേ. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ, അതായത് നമ്മുടെ അടുത്ത മലയാളം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് ടെസ്റ്റ് മിസ് ഇടും. ഓക്കെ അല്ലേ? എല്ലാ മക്കളും പഠിക്കില്ല അപ്പോഴേക്ക്? എന്തൊക്കെ പഠിക്കണം? ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം, അർത്ഥം പഠിക്കണം, ചേരും പടി, അതായത് മാതൃക പോലെ ചേർത്ത് എഴുതുക എന്നൊരിതുണ്ട് അല്ലെ, അത്രയേ ഉള്ളൂ, 3 അവിടെ ഉണ്ട്. അങ്ങനെ അതൊക്കെ വെച്ച് നമുക്കൊരു ചെറിയൊരു ക്ലാസ് ടെസ്റ്റ്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? പഠിച്ചിട്ട് തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് വരണം. ഇനിയിപ്പോ ഇതിൽ വായിക്കാൻ അറിയാത്തതോ നോട്ട് കംപ്ലീറ്റ് ഇല്ലെങ്കിലോ എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം, മിസ് തരും. ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതിയില്ലെങ്കിൽ ഞാൻ അത് അയച്ചു തരും. ഓക്കെ. അപ്പൊ എന്തെങ്കിലും അത് ഫിനിഷ് മിസ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത് സെൻഡ് ചെയ്ത്. ഓക്കെ. അപ്പൊ ആ ഒരു പാഠം ഫിനിഷ് ആയില്ലേ? അപ്പൊ അടുത്ത പാഠത്തിലേക്ക് പോയിക്കോട്ടെ. അപ്പൊ വായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ചിഹ്നങ്ങളുടെ കാര്യം ഒന്നുകൂടി മിസ് എടുത്ത് പറയുന്നത്. പാഠം രണ്ടാമത്തെ ലെസൺ, നമ്മുടെ രണ്ടാമത്തെ ലെസൺ എന്താണ്? ഹെഡിങ് ഒന്ന് നോക്കിയേ. എന്താണ് ലൈലയുടെ സൈക്കിൾ? ലൈലയുടെ സൈക്കിൾ അല്ലെ. ലാക്ക് മുമ്പിൽ ഐ എന്ന ചിഹ്നമുണ്ട്, ല ഉണ്ട്, യു ചിഹ്നമുണ്ട്, എ ചിഹ്നമുണ്ട്, സൈക്കിൾ. സാക്ക് മുമ്പിൽ ഐ എന്ന ചിഹ്നമുണ്ട്, ഇക്ക എഴുതി, ഈ ചിഹ്നോട്ടു ചിഹ്നം. ഓക്കെ. അപ്പൊ എന്താ വായിക്കുക? ലൈലയുടെ സൈക്കിൾ. ലൈലയുടെ സൈക്കിൾ അല്ലെ. ഒന്ന് മിസ് അത് വായിക്കാം. ലൈലയുടെ സൈക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സൈക്കിൾ അറിയാലോ. എല്ലാ മക്കൾക്കും ചിലപ്പോ സൈക്കിൾ ഉണ്ടാവും അല്ലെ. ഉണ്ടോ? എത്ര പേർക്കുണ്ട് സൈക്കിള്? ഓക്കെ. ഇപ്പൊ മഴ ആയതുകൊണ്ട് ഒന്നിനും പറ്റില്ല. അല്ലെങ്കിൽ കൊറോണയാണ്, മഴയാണ്, അപ്പൊ വീട്ടിൽ ഇരിപ്പേ പറ്റൂ. അപ്പൊ സൈക്കിൾ അകത്തുനിന്ന് ഓടിക്കേണ്ടി വരും അല്ലേ. വെളി ഇറങ്ങി. അപ്പൊ ലൈലയുടെ സൈക്കിളിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. നമുക്കൊന്ന് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. എങ്ങനെയുണ്ട് സ്റ്റോറി? എല്ലാവർക്കും ഇഷ്ടമല്ല സ്റ്റോറി കേൾക്കാൻ? ആണോ? അപ്പൊ നമുക്ക് ഈ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ലൈല എന്താണ് ലൈലയുടെ സൈക്കിൾ എന്ന ഈ പാഠഭാഗത്തിലുള്ളത് നമുക്ക് നോക്കാം അല്ലെ. നിം നിം നിം. ലൈല ബെല്ലിൽ വിരലമർത്തി. അപ്പോൾ സൈക്കിൾ അവളോട് സംസാരിച്ചു തുടങ്ങി. ലൈല, ഇന്ന് നാം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കിന്ന് അമ്മാവന്റെ വീട്ടിൽ പോകാം. എന്താ? ആവട്ടെ, ഞാൻ സൈക്കിൾ യാത്രക്ക് തയ്യാറാണ്. ലൈല സൈക്കിൾ നിവർത്തി വെച്ചു. തുണിയെടുത്ത് പൊടി തുടച്ച് വൃത്തിയാക്കി. സൈക്കിളിന് സന്തോഷമായി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ സൈക്കിളിന്റെ ഒരു ഭാഗത്ത് ചായം പോയത് കണ്ടു. ഇന്നലെ വീണപ്പോൾ നിനക്കും പരിക്ക് പറ്റിയല്ലേ? ഓ, അത് സാരമില്ല, ഇന്ന് വീഴാതെ നോക്കിയാൽ മതി. വീണാൽ നിന്റെ തൊലി ഉരിയും, സൈക്കിൾ ഓർമ്മിപ്പിച്ചു. ലൈല സൈക്കിളിൽ കയറി ചവിട്ടാൻ തുടങ്ങി. പതുക്കെ, ശ്രദ്ധിച്ചു പോകണേ, സൈക്കിൾ ലൈലയെ വീണ്ടും ഓർമ്മിപ്പിച്ചു. പേടിക്കേണ്ട, ഞാൻ പതുക്കെ പോകും, അവൾ ഉറപ്പു നൽകി. അമ്മാമന്റെ വീട് ഉയരത്തിലാണ്. ഒരു കയറ്റം കയറണം. റോഡിന്റെ 2 ഭാഗത്തും പലതരം ചെടികൾ വളർന്നു നിൽക്കുന്നു. വിടർന്ന പൂക്കൾക്ക് ചുറ്റും വണ്ടുകൾ മൂളിപ്പറക്കുന്നു. അണ്ണാറക്കണ്ണന്മാർ അടുത്തുള്ള മരക്കൊമ്പുകളിൽ നിന്നും ചിലയ്ക്കുന്നു. രണ്ടുപേരും കാഴ്ചകൾ കണ്ട് രസിച്ചു. ലൈല ആഞ്ഞു ചവിട്ടി. അപ്പോൾ സൈക്കിൾ ഒന്ന് ഞരങ്ങി.
എന്നെ താങ്ങി നിനക്ക് നോവുന്നുണ്ടോ? ലൈല സങ്കടത്തോടെ ചോദിച്ചു. ഏയ് ഇല്ല, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചതാ, സൈക്കിൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞും ചിരിച്ചും അവർ അമ്മാവന്റെ വീട്ടിൽ. മുറ്റത്ത് നിർത്തി അവൾ ഇറങ്ങി. സൈക്കിൾ തണലത്തേക്ക് മാറ്റി വെച്ചു. വേഗം വരണേ, ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക്. സൈക്കിൾ പറഞ്ഞു. വേഗം വരും, നീ ഈ തണലത്ത് വിശ്രമിച്ചോളൂ. ലൈല പോയപ്പോൾ സൈക്കിളിന് സങ്കടമായി. കുട്ടികളുടെ കലവില കേട്ട് സൈക്കിൾ തിരിഞ്ഞു നോക്കി. ആ വീട്ടിലെ കുട്ടികളാണ്. അവർ ഓടി അടുത്തിരുന്നു കൗതുകത്തോടെ തൊട്ടു നോക്കി. കൂട്ടുകാരെ കിട്ടിയപ്പോൾ സൈക്കിളിന് ആശ്വാസമായി. ലൈല അമ്മായിയോടൊപ്പം കാപ്പി കഴിച്ചു, കുശലം പറഞ്ഞു. പാവം സൈക്കിൾ ക്ഷമയോടെ അവളെ കാത്തിരുന്നു. ലൈല പുറത്തിറങ്ങി. അവർ മടക്കി യാത്ര തുടങ്ങി. ലൈല അമ്മാവന്റെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവച്ചു. ഒപ്പം വഴിയോരത്തെ കാഴ്ചകൾ കണ്ട് രസിക്കുകയും ചെയ്തു. അപ്പോൾ എതിരെ ഒരു ലോറി പാഞ്ഞു വന്നു. അവർ പൊടിയിൽ കുളിച്ചു പോയി. ലൈല പറഞ്ഞു, വാഹനങ്ങളിൽ നീ തന്നെയാണ് മിടുക്കൻ, പുകയും പൊടിയും ഒന്നുമില്ലല്ലോ, മാത്രവുമല്ല എണ്ണയും വേണ്ട, നിന്നോടൊപ്പം സഞ്ചരിച്ചാൽ ആരോഗ്യവും കൂടും. അവർ വീട്ടിൽ തിരിച്ചെത്തി. ലൈല സൈക്കിൾ സുരക്ഷിതമായ സ്ഥാനത്ത് ഒതുക്കി നിർത്തി. അതിനൊരു ഉമ്മ കൊടുത്ത് അവൾ വീട്ടിലേക്ക് കയറിപ്പോയി. അല്ലെ, എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? ലൈല സൈക്കിളിനെ എങ്ങനെയാ സ്നേഹിക്കുന്നേ? ലൈലക്ക് സൈക്കിളിനോട് സ്നേഹം ഉണ്ടോ? ഉണ്ട് അല്ലേ? ആ, നല്ലൊരു ഫ്രണ്ടായിട്ട് എന്നെ സ്നേഹിക്കുകയാണ് അല്ലേ സൈക്കിളും സംസാരിക്കുന്നുണ്ട് ഇവിടെ അല്ലേ? ആ, സൈക്കിളിന് ഉണ്ടാവുമായിരിക്കും എന്തെങ്കിലും പറയാം അല്ലെ. എന്താണ് പറഞ്ഞത് ആദ്യം തന്നെ? നിം നിം നിം, സൈക്കിളിന്റെ ബെല്ല് അല്ലേ? നിം നിം നിം. ലൈല ബെല്ലിൽ വിരലമർത്തി. അപ്പോൾ സൈക്കിൾ അവളോട് സംസാരിച്ചു തുടങ്ങി. അങ്ങനെയാ പറയുന്നത് അല്ലേ ഇവിടെ? എന്താ പറഞ്ഞു നോക്കാം നമുക്ക്. ലൈല, ഇന്ന് നാം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കിന്ന് അമ്മാവന്റെ വീട്ടിൽ പോകാം. എന്താ അല്ലേ? നിങ്ങൾ ആരെങ്കിലും സൈക്കിളിനോട് സംസാരിക്കാറുണ്ടോ? സൈക്കിൾ എടുത്തിട്ട് അതിന്റെ മുകളിൽ നേരിട്ട് പോവുകയാണോ ചെയ്യുക? ആ, സൈക്കിളിന് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, എന്തൊക്കെയോ പറയാം. അപ്പൊ സൈക്കിൾ ആദ്യം തന്നെ രാവിലെ തന്നെ ഇറങ്ങിയ സമയത്ത് സൈക്കിൾ എന്ത് ചോദിച്ചു ലൈലയോട്? ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, എന്താണ് വായിക്കുന്നത്, ചിഹ്നങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം. ലൈല, ഇന്ന് നാം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കിന്ന് അമ്മാവന്റെ വീട്ടിൽ പോകാം. എന്താ ചോദിച്ചു അല്ലെ? എവിടെയാ പോകുന്ന അവര്? അമ്മാവന്റെ വീട്ടിൽ. ആവട്ടെ, ഞാൻ റെഡി. സൈക്കിൾ യാത്രയ്ക്ക് തയ്യാറായി. അല്ലെ, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ റെഡിയാണ്. സൈക്കിൾ എന്ത് ചെയ്തു? യാത്രയ്ക്ക് തയ്യാറായി നിന്നു. ലൈല സൈക്കിൾ നിവർത്തി വെച്ചു. തുണിയെടുത്ത് പൊടി തുടച്ചു. അല്ലേ, നിങ്ങൾ തുടക്കാറുണ്ടോ? ആ സൈക്കിളിനെ ഇടക്കിടക്ക് കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം അല്ലെ, തുടക്കുകയൊക്കെ ചെയ്യണം. അത് ദിവസവും കുളിക്കണ്ടേ? ആ, നിങ്ങൾ മാത്രം വൃത്തിയായാൽ മതിയോ? സൈക്കിൾ അങ്ങനെയല്ല. അല്ല, ലൈല അങ്ങനെയല്ല. എന്ത് ചെയ്തു? ആ, രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ലൈല എന്ത് ചെയ്തു? സൈക്കിള് നിവർത്തി വെച്ചു. തുണി എടുത്തിട്ട് എന്ത് ചെയ്തു? പൊടി തുടച്ച് വൃത്തിയാക്കി. നല്ല സുന്ദരനാണ് അല്ലെ? എന്നിട്ടോ സൈക്കിളിന് അപ്പൊ എന്ത് ചെയ്തു? സൈക്കിളിന് സന്തോഷം ഉണ്ടായി അല്ലെ? ആ, ഹന്ന എന്നെ പേടിപ്പിക്കുകയാണോ? ഹന്നേനെ നോക്കിയേ, നിങ്ങൾ എല്ലാവരും നോക്കിയേ. ഹന്ന കണ്ണൊക്കെ മെടിച്ച് നിൽക്കുകയാണ് അല്ലേ ഹന്ന? ഓക്കെ, ഹന്ന കേൾക്കുന്നില്ല. അപ്പൊ ഹന്ന സൈക്കിള് വർത്താനം പറയുമോ മിസ്സേന്ന് വെച്ചിട്ട് തോന്നുന്നു. കണ്ണൊക്കെ ഇങ്ങനെ മിടിച്ച് നിൽക്കുന്നുണ്ട് അല്ലെ? അപ്പൊ സൈക്കിളിൽ എന്ത് ചെയ്ത്? തുടക്കുവെല്ലാം ചെയ്ത് സൈക്കിള് നല്ല സുന്ദരനായ സമയത്ത് എന്ത് ചെയ്തു? സൈക്കിളിന് സന്തോഷം ഉണ്ടായി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ സൈക്കിളിന്റെ ഒരു ഭാഗത്ത് ചായം പോയത് കണ്ടു. എങ്ങനെയാ ചായം പോയത് നോക്കാം നമുക്കല്ലേ? ഇന്നലെ വീണപ്പോൾ നിനക്കും പരിക്ക് പറ്റിയല്ലേ? അപ്പൊ എന്താ ചോദിച്ചേ? അപ്പൊ ഇന്നലെ അവര് വീണിട്ടുണ്ടായിരുന്നു അല്ലെ? ആ, വീണപ്പോൾ നിനക്ക് പരിക്ക് പറ്റിയല്ലേ എന്ന് ചോദിച്ചു. ഓ, അത് സാരമില്ല, ഇന്ന് വീഴാതെ നോക്കിയാൽ മതി, ഒരിക്കൽ എല്ലാവർക്കും അബദ്ധം പറ്റും. അപ്പൊ എന്താ പറയുന്നത് സൈക്കിള്? ഇന്ന് നീ വീഴാതെ നോക്കിയാൽ മതി, ഇന്നലെ പറ്റിയത് കുഴപ്പമില്ല പറഞ്ഞു. വീണാൽ നിന്റെ തൊലിയും തിരിയും, സൈക്കിൾ ഓർമ്മിപ്പിച്ചു. അപ്പൊ എന്താ പറയുന്നത്? എന്റെ ചായം പോവുക മാത്രമല്ല, സൈക്കിളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ എന്താണ്? നിന്റെ തൊലിയൂരും. അപ്പൊ അതാണ് സൈക്കിളിന് സങ്കടം അല്ലേ? നിന്റെ തൊലിയും ഉരിയും. സൈക്കിൾ എന്ത് ചെയ്തു? ഓർമ്മിപ്പിച്ചു. അപ്പൊ ഇന്നലത്തെ പോലെ നീ വീഴരുത്, നീ ശ്രദ്ധിച്ചിട്ട് ഓടിക്കണം എന്ന് പറഞ്ഞു.
ലൈല സൈക്കിളിൽ കയറി ചവിട്ടാൻ തുടങ്ങി. വായിക്കുന്ന ലൈൻസുകൾ ശ്രദ്ധിച്ച് നോക്കണേ മക്കളെ, ശ്രദ്ധിക്കണം വായിക്കുമ്പോ കേട്ടോ. കുറച്ച് നിങ്ങൾക്ക് വലിയ വലിയ ഇത് വായിക്കാനുള്ളത് വരുവാണ്, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ പതുക്കെ ശ്രദ്ധിച്ച് പോകണേ. സൈക്കിൾ ലൈലയെ വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് ഇന്നലെ വീണതാണ്, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പോകണമെന്ന് പറയാൻ തുടങ്ങി അല്ലേ. സൈക്കിൾ പേടിക്കേണ്ട, ഞാൻ പതുക്കെ പോകും, അവൾ ഉറപ്പ് നൽകി. ലൈല സൈക്കിളിന് ഉറപ്പ് നൽകി, ഞാൻ പേടിക്കൊന്നും വേണ്ട, ഇന്ന് നമ്മൾ വീഴില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടേ പോകൂന്ന് പറഞ്ഞു. അമ്മാവിന്റെ വീട് ഉയരത്തിലാണ്. ഒരു കയറ്റം കയറണം. റോഡിന്റെ രണ്ട് ഭാഗത്തും പലതരം ചെടികൾ വളർന്നു നിൽക്കുന്നു അല്ലെ. റോഡിന്റെ ഇരുവശത്തും എന്താ ഉള്ളത്? പലതരം ചെടികൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട്. വിടർന്ന പൂക്കൾക്ക് ചുറ്റും വണ്ടുകൾ മൂളിപ്പറക്കുന്നു അല്ലെ. പൂക്കൾ വിടർന്നു നിൽക്കുമ്പോൾ എന്തുണ്ടാവും? അതിന്റെ ഗന്ധത്തിനൊക്കെ തേൻ കുടിക്കാനൊക്കെ വണ്ടുകൾ ഇങ്ങനെ വന്നു നിൽക്കും അല്ലെ. മൂളിപ്പറക്കുന്ന വണ്ടുകൾ. പിന്നെന്ത് ചെയ്യുന്നേ? അണ്ണാറക്കണ്ണന്മാർ അടുത്തുള്ള മരക്കൊമ്പുകളിൽ നിന്നും ചിലയ്ക്കുന്നു. അണ്ണാറക്കണ്ണന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വണ്ടുകളെ അണ്ണാറക്കണ്ണന്മാരെല്ലാം കാണാറുണ്ടോ നിങ്ങള്? ഇല്ലേ, അണ്ണാറക്കണ്ണനെ കണ്ടിട്ടില്ല ആരും. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു അണ്ണാറക്കണ്ണന്റെ കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല എനിക്ക്? ചിലു 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 കണ്ണാറക്കണ്ണൻ മറ്റൊരു പാട്ട് ഓർമ്മയുണ്ടാ? മറന്നുപോയ എല്ലാരും, അന്നേരം ഓർമ്മിക്കുന്നേ ഉള്ളൂ. അല്ല അല്ലെ, തന്നാലാവത് ചെയ്ത അണ്ണാറക്കണ്ണനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അല്ലേ. അപ്പോ അണ്ണാറക്കണ്ണന്മാർ മരക്കൊമ്പുകളിൽ നിന്നും ചിലയ്ക്കുന്നു. രണ്ടുപേരും കാഴ്ചകൾ കണ്ടു രസിച്ചു. എങ്ങനെയാ? അപ്പോ റോഡിന്റെ ഇരുവശത്തും എങ്ങനെയാ? നല്ല ഭംഗിയുള്ള പ്രദേശം ഉള്ളത് അല്ലേ. അമ്മാവന്റെ വീട് എങ്ങനെയാ? ഉയരത്തിലാണ്. ഒരു കയറ്റം കയറണം. റോഡിന്റെ രണ്ട് ഭാഗത്തും പലതരം ചെടികള് വളർന്നിങ്ങനെ പന്തലിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെയോ വിടർന്ന പൂക്കൾക്ക് ചുറ്റും വണ്ടികൾ മൂളിപ്പറക്കുന്നു. അണ്ണാറക്കണ്ണന്മാര് അടുത്തുള്ള മരക്കൊമ്പുകളിൽ നിന്ന് ചിലയ്ക്കുന്നു. പിന്നെയോ രണ്ടുപേരും കാഴ്ചകൾ കണ്ട് രസിച്ചു. ലൈല ആഞ്ഞു ചവിട്ടി. അപ്പോൾ സൈക്കിൾ ഒന്ന് ഞെരങ്ങി അല്ലെ. ലൈല അങ്ങനെ ആഞ്ഞു ചവിട്ടുമ്പോ സൈക്കിള് ഇനി ഒരു വേദന വന്നു അല്ലെ. അപ്പൊ ഞെരങ്ങി. എന്നെ താങ്ങി നിനക്ക് നോവുന്നുണ്ടോ? ലൈല സങ്കടത്തോടെ ചോദിച്ചു. ഇല്ല, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചതാകാണ് അരി സൈക്കിള് പറഞ്ഞതല്ലേ. എനിക്ക് വേദനിക്കുന്നൊന്നുമില്ല, നിന്നോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായി, അതിൽ ഞാൻ പ്രകടിപ്പിച്ചാണ് ഇനി ഇറങ്ങിയത് എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? സൈക്കിൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞും ചിരിച്ചും അവർ എവിടെ എത്തി? അമ്മാവന്റെ വീട്ടിൽ. അപ്പൊ അമ്മാവന്റെ വീട്ടിലെത്തിയിട്ട് നമുക്കിത് നിർത്താം അല്ലെ. അടുത്ത ദിവസം നമുക്ക് ബാക്കി പഠിക്കാം അല്ലെ. ഇനി അമ്മാവന്റെ വീട്ടിൽ എന്തൊക്കെയാണ്, അമ്മാവന്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ മിസ് ഇപ്പം വായിച്ചു നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് പഠിക്കാം. അപ്പൊ ഇതൊന്നുകൂടി വായിക്കാൻ ശ്രദ്ധിക്കണേ, നിങ്ങൾ വായിക്കേണ്ടതാണ്. അപ്പൊ വായിക്കുമ്പോൾ ഓരോ ലൈൻസും ശ്രദ്ധിക്കുക. ഓക്കെ. നിം നിം നിം. ലൈല ബെല്ലിൽ വിരലമർത്തി. അപ്പോൾ സൈക്കിൾ അവളോട് സംസാരിച്ചു തുടങ്ങി. ലൈല, ഇന്ന് നാം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കിന്ന് അമ്മാവന്റെ വീട്ടിൽ പോകാം. എന്താ? ആവട്ടെ, ഞാൻ റെഡി. സൈക്കിൾ യാത്രയ്ക്ക് തയ്യാറായി. ലൈല സൈക്കിൾ നിവർത്തി വെച്ചു. തുണിയെടുത്ത് പൊടി തുടച്ചു വൃത്തിയാക്കി. സൈക്കിളിന് സന്തോഷമായി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ സൈക്കിളിന്റെ ഒരു ഭാഗത്ത് ചായം പോയത് കണ്ടു. ഇന്നലെ വീണപ്പോൾ നിനക്കും പരിക്ക് പറ്റിയല്ലേ? ഓ, അത് സാരമില്ല, ഇന്ന് വീഴാതെ നോക്കിയാൽ മതി. വീണാൽ നിന്റെ തൊലിയും മുറിയും, സൈക്കിൾ ഓർമ്മിപ്പിച്ചു. ലൈല സൈക്കിളിൽ കയറി ചവിട്ടാൻ തുടങ്ങി. പതുക്കെ, ശ്രദ്ധിച്ചു പോകണേ, സൈക്കിൾ ലൈലയെ വീണ്ടും ഓർമ്മിപ്പിച്ചു. പേടിക്കേണ്ട, ഞാൻ പതുക്കെ പോകും, അവൾ ഉറപ്പു നൽകി. അമ്മാവന്റെ വീട് ഉയരത്തിലാണ്. ഒരു കയറ്റം കയറണം. റോഡിന്റെ രണ്ട് ഭാഗത്തും പലതരം ചെടികൾ വളർന്നു നിൽക്കുന്നു. വിടർന്ന പൂക്കൾക്ക് ചുറ്റും വണ്ടുകൾ മൂളിപ്പറക്കുന്നു. അണ്ണാറക്കണ്ണന്മാർ അടുത്തുള്ള മരക്കൊമ്പുകളിൽ നിന്നും ചിലയ്ക്കുന്നു. രണ്ടുപേരും കാഴ്ചകൾ കണ്ട് രസിച്ചു. ലൈല ആഞ്ഞു ചവിട്ടി. അപ്പോൾ സൈക്കിൾ ഒന്ന് ഞരങ്ങി. എന്നെ താങ്ങി നിനക്ക് നോവുന്നുണ്ടോ? ലൈല സങ്കടത്തോടെ ചോദിച്ചു. ഇല്ല, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചതാ, സൈക്കിൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞും ചിരിച്ചും അവർ അമ്മാവന്റെ വീട്ടിലെത്തി. ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ മക്കൾക്ക്? ഒന്നുകൂടി മിസ് വായിക്കണോ? പറ്റുമോ? ഓക്കെ, ആർക്ക് വായിക്കാൻ പറ്റും? ഇവിടെ കൈ കൊടുക്കുന്നുണ്ടല്ലോ.
അമ്മനക്ക് വായിക്കാൻ പറ്റും. വായിച്ചോ. എല്ലാവരും ശ്രദ്ധിക്കണേ. എല്ലാവരെ കൊണ്ട് മിസ് വായിപ്പിക്കും. ലൈലയുടെ സൈക്കിൾ. നിം നിം നിം. ലൈല ബെല്ലിൽ വിരലമർത്തി. അപ്പോൾ സൈക്കിൾ അവളോട് സംസാരിച്ചു തുടങ്ങി. ലൈല, ഇന്നു നാം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കിന്ന് അമ്മാവന്റെ വീട്ടിലേക്ക് പോകാം. എന്താ? ആവട്ടെ, ഞാൻ റെഡി. സൈക്കിൾ യാത്രയ്ക്ക് തയ്യാറായി. ലൈല സൈക്കിൾ നിർത്തിവെച്ചു. തുണിയെടുത്തു പൊടി തുടച്ചു വൃത്തിയാക്കി. സൈക്കിളിന് സന്തോഷമായി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ സൈക്കിളിന്റെ ഒരു ഭാഗത്ത് ചായം പോയത് കണ്ടു. ഇന്നലെ വീണപ്പോൾ നിനക്കും പരിക്ക് പറ്റിയല്ലേ? ഓ, അത് സാരമില്ല. ഇന്നു വീഴാതെ നോക്കിയാൽ മതി. വീണാൽ നിന്റെ തൊലിയും ഉരിയും, സൈക്കിൾ ഓർമ്മിപ്പിച്ചു. ലൈല സൈക്കിളിൽ കയറി ചവിട്ടാൻ തുടങ്ങി. പതുക്കെ, ശ്രദ്ധിച്ചു പോകണേ. സൈക്കിൾ ലൈലയെ വീണ്ടും ഓർമ്മിപ്പിച്ചു. പേടിക്കേണ്ട, ഞാൻ പതുക്കെ പോകൂ, അവൾ ഉറപ്പു നൽകി. അമ്മാവന്റെ വീട് ഉയരത്തിലാണ്. ഒരു കയറ്റം കയറണം. റോഡിന്റെ രണ്ടു ഭാഗത്തും പലതരം ചെടികൾ വളർന്നു നിൽക്കുന്നു. വിടർന്ന പൂക്കളും ചുറ്റുവണ്ടുകളും മൂളിപ്പറക്കുന്നു. അണ്ണാറക്കണ്ണന്മാർ അടുത്തുള്ള മരക്കൊമ്പുകളിൽ നിന്നു ചിലയ്ക്കുന്നു. രണ്ടുപേരും കാഴ്ചകൾ കണ്ടു രസിച്ചു. ലൈല ആഞ്ഞു ചവിട്ടി. അപ്പോൾ സൈക്കിൾ ഒന്ന് നിരങ്ങി. എന്നെ താങ്ങി നിനക്ക് നോവുന്നുണ്ടോ? ലൈല സങ്കടത്തോടെ ചോദിച്ചു. ഏയ്, ഇല്ല. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചതാ, സൈക്കിൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞും ചിരിച്ചും അവർ അമ്മാവന്റെ വീട്ടിലെത്തി. ഓക്കെ, ഇന്ന് പഠിച്ചത് വരെയായി. അപ്പൊ ഇന്ന് പഠിച്ച ഈ പാഠം നിങ്ങൾക്ക് എന്താ ഇപ്പൊ മനസ്സിലായത്? ഇതിൽ നിന്ന് ലൈലയും സൈക്കിളും തമ്മിലുള്ള എന്ത് ആത്മബന്ധം അല്ലേ, സ്നേഹമാണ് ഇവിടെ കാണുന്നത് അല്ലേ. അപ്പൊ അവരുടെ സുഹൃത്തിന്റെ സ്നേഹബന്ധത്തെയാണ് ഇവിടെ നല്ലോണം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലെ. ഈ പാഠത്തില് പ്രത്യേകിച്ച് എങ്ങനെയാ ആത്മാർത്ഥ സുഹൃത്തുക്കളോടുള്ള എന്ത് ബന്ധം അല്ലെ, ആത്മബന്ധം ഉണ്ടാവും നിങ്ങൾക്ക് സുഹൃത്തുക്കളോട്. അതുപോലെയാണ് ഇവിടെ സൈക്കിളിനോട് ആര്, ലൈല പെരുമാറുന്നത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നത്? ഇവിടെ ജുവൽ വയ്യ. ലൈല ബെല്ലിൽ വിരലമർത്തി. അപ്പോൾ സൈക്കിൾ അവളോട് സംസാരിച്ചു തുടങ്ങി. ലൈല, ഇന്ന് നാം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കിന്ന് അമ്മാവന്റെ വീട്ടിൽ പോകാം. എന്താ? ആവട്ടെ, ഞാൻ റെഡി. സൈക്കിൾ യാത്രയ്ക്ക് തയ്യാറായി. ലൈല സൈക്കിൾ നിവർത്തി വെച്ചു. തുണി എടുത്ത് പൊടി തെറിച്ച് സന്തോഷമായി. സൈക്കിളിന്റെ ഒരു ഭാഗത്ത് ചായം പോയത് കണ്ടു. ഇന്നലെ വീണപ്പോൾ നിനക്ക് പരിക്ക് പറ്റിയല്ലേ? ഓ, അത് സാരമില്ല. എന്ന് വീഴാതെ നോക്കിയാൽ മതി. വീണാൽ നിന്റെ തൊലിയും ഉരിയും, സൈക്കിൾ ഓർമ്മിപ്പിച്ചു. ലൈല സൈക്കിളിൽ കയറി ചവിട്ടാൻ തുടങ്ങി. പതുക്കെ, ശ്രദ്ധിച്ചു പോകണമേ. സൈക്കിൾ ലൈലയെ വീണ്ടും ഓർമ്മിപ്പിച്ചു. പേടിക്കണ്ട, ഞാൻ പതുക്കെ പോകൂ, അവൾ ഉറപ്പ് നൽകി. അമ്മാവന്റെ വീട് ഉയരത്തിലാണ്. ഒരു കയറ്റം കയറണം. റോഡിന്റെ രണ്ടു ഭാഗത്ത് പലതരം ചെടികൾ വളർന്നു നിൽക്കുന്നു. വിടർന്ന പൂക്കൾക്ക് ചുറ്റും വണ്ടുകൾ മൂളിപ്പറക്കുന്നു. അണ്ണാന്മാർ അടുത്തുള്ള മരക്കൊമ്പുകളിൽ നിന്ന് ചിരിക്കുന്നു. രണ്ടുപേരും കാഴ്ചകൾ കണ്ടു രസിച്ചു. ലൈല ആഞ്ഞു ചവിട്ടി. അപ്പോൾ സൈക്കിൾ ഒന്ന് നിരങ്ങി. എന്നെ താങ്ങി നിനക്ക് നോവുന്നുണ്ട്? ലൈല സങ്കടത്തോടെ ചോദിച്ചു. ഏയ്, ഇല്ല. നിന്നോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കുക, ലൈല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞും ചിരിച്ച് അവർ അമ്മാവന്റെ വീട്ടിലെത്തി. നെക്സ്റ്റ് ആരാ? അൻഷി. ലൈല ബെല്ലിൽ വിരലമർത്തി.
അപ്പോൾ സൈക്കിൾ അവളോട് സംസാരിച്ചു തുടങ്ങി. ലൈല, ഇന്ന് നാം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കിന്ന് അമ്മാവന്റെ വീട്ടിലേക്ക് പോകാം. എന്താ? ആവട്ടെ, ഞാൻ റെഡി. സൈക്കിൾ യാത്രയ്ക്ക് തയ്യാറായി. ലൈല സൈക്കിൾ നിവർത്തി വച്ചു. തുണിയെടുത്ത് പൊടി തുടച്ചു വൃത്തിയാക്കി. സൈക്കിളിന് സന്തോഷമായി. സൂക്ഷിച്ച് നോക്കിയപ്പോൾ സൈക്കിളിന്റെ ഒരു ഭാഗത്ത് ചായം പോയത് കണ്ടു. ഇന്നലെ വീണപ്പോൾ നിനക്കും പരിക്ക് പറ്റിയല്ലേ? ഓ, അത് സാരമില്ല. ഇന്ന് വീഴാതെ നോക്കിയാൽ മതി. വീണാൽ നിന്റെ തൊലിയും സൈക്കിൾ ഓർമ്മപ്പെടുത്തി. ലൈല സൈക്കിളിൽ കയറി ചവിട്ടാൻ തുടങ്ങി. പതുക്കെ, ശ്രദ്ധിച്ചു പോകണേ. സൈക്കിൾ ലൈലയെ വീണ്ടും ഓർമ്മിച്ചു. പേടിക്കേണ്ട, ഞാൻ പതുക്കെ പോകൂ. അവൾ ഉറപ്പു നൽകി. അമ്മാവന്റെ വീട് ഉയരത്തിലാണ്. ഒരു കയറ്റം കയറണം. റോഡിന്റെ രണ്ടു ഭാഗത്തും പലതരം ചെടികൾ വളർന്നു നിൽക്കുന്നു. വിടർന്ന പൂക്കൾക്കു ചുറ്റും വണ്ടുകൾ മൂളിപ്പറക്കുന്നു. അണ്ണാരക്കണ്ണന്മാർ അടുത്തുള്ള മരക്കൊമ്പുകളിൽ നിന്ന് കിളയ്ക്കുന്നു. രണ്ടുപേരും കാഴ്ചകൾ കണ്ടു രസിച്ചു. ഓക്കെ മോളെ, നമുക്കൊരു 1 മിനിറ്റേ ഉള്ളൂ കേട്ടോ. ക്ലാസ് കട്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എല്ലാവരെ കൊണ്ട് വായിപ്പിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ മക്കളും വായിച്ചിട്ട് തന്നെ വരണം. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. യെസ്, താങ്ക് യു, വെൽക്കം, ബൈ, സി യു. ഓക്കെ, അതുപോലെ എക്സാമിന്റെ കാര്യം മറന്നു പോകരുത് കേട്ടോ. എല്ലാ മക്കളും പഠിച്ചിട്ട് തന്നെ വരണേ. ഓക്കെ.